അതായത് എനിക്കും എൻ്റെ കുടുംബത്തിന് മാത്രം സന്തോഷമില്ല. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ വന്ന് പ്രസവിച്ചെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അല്ലെങ്കിൽ 35 വയസ്സ് കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ പതുക്കെ പ്രഗ്നന്റ് ആവാനുള്ള ആ ഒരു സാധ്യത കുറച്ച് കുറഞ്ഞു വരിക തന്നെയാണ് ചെയ്യുന്നത്. ടി ഫാമിലിയാണ് വിഷയം. ആൻഡ് ഈ ഒരു കണ്ടന്റിലോട്ട് പോകുന്നതിന് മുന്നേ കഴിഞ്ഞ ദിവസം നമ്മൾ അഫാൻ റിലേറ്റ് ചെയ്തൊരു വീഡിയോ ഇട്ട ടൈമിലാണെങ്കിൽ ഒരു ചേച്ചി ഇട്ടേക്കുന്ന ഒരു കമന്റ് ഉണ്ടായിരുന്നു. ആ കമന്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം. ബ്രോ, ഇതുപോലെ ഒരു ദിവസം എന്റെ മരണ വാർത്തയും എല്ലാവർക്കും ന്യൂസായി കേൾക്കാം. സ്നേഹിച്ചവൻ തന്നെ ആത്മാവിൽ കത്തി കൊണ്ട് കുത്തി. ഇനി അധികം വൈകാതെ ആ കുത്ത് ശരീരത്തിൽ കൂടി കിട്ടും. നിങ്ങളുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന വ്യക്തിയാണ് ഞാൻ. ഒരുപക്ഷെ ഇങ്ങനെ പോവാണെങ്കിൽ നിങ്ങളുടെ ചാനലിൽ എന്റെ ന്യൂസും വരും. നാട് നശിച്ചു പോയി, ആർക്കും ആരോടും ഒരു മനസാക്ഷിയും സ്നേഹവുമില്ല, ചതി വഞ്ചന അത് മാത്രമേ ഉള്ളൂ. ഇത്രയും കാലം പൊന്നുപോലെ ഞാൻ സ്നേഹിച്ച എന്റെ ഭർത്താവ് എന്നെ ചതിച്ചു. അയാൾ ഞാൻ അറിയാതെ പുതിയ ബന്ധം തേടി പോയിരിക്കുന്നു. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ ആയിരിക്കും ചേച്ചി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ആൻഡ് ഈ ഒരു അവസരത്തിൽ തെറ്റായിട്ടുള്ള ചിന്തകളിലോട്ടൊന്നും പോകാണ്ടിരിക്കുക. ലൈക്ക് ഈ പറഞ്ഞ പോലെ സൂയിസൈഡ് അങ്ങനത്തെ ഇതിലോട്ടൊന്നും പോകാണ്ടിരിക്കുക. മാക്സിമം എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കുക. പിന്നെ അത് മാത്രമല്ല, വീട്ടിൽ നിന്നും എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ശാരീരികപരമായിട്ടുള്ള ഉപദ്രവ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന ഉറപ്പുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യുക. കാര്യം എന്തെങ്കിലും വന്നിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാര്യം ജീവിതം നമുക്കൊരു ഒറ്റ ലൈഫേ ഉള്ളൂ. അത് പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് തിരിച്ചു കിട്ടില്ല. മാത്രമല്ല, ഇപ്പം എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. എന്റെ കോൺടാക്ട് നമ്പർ തരാം. എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് മാക്സിമം സ്ട്രോങ് ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ഇനി ഒരു വിഷയത്തിലോട്ട് വരുമ്പോഴത്തേക്കിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ അവർ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് തന്റെ ഇപ്പം ഡെലിവറി കഴിഞ്ഞ ഒരു പെൺകുഞ്ഞ് മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിന് മുന്നേ ആണെങ്കിൽ ഇവരൊരു വ്ലോഗ് കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് തലേദിവസം ഹോസ്പിറ്റലിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ട്. അപ്പം അതിനകത്ത് കുറേ ആൾക്കാർ ഇതുപോലെ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാ അതിപ്പം നീ പറയുന്നു, എന്തിന് ഇങ്ങനെ കാണിക്കുന്നു, ഒരു മനസാക്ഷി വേണ്ടേ, അതിൽ നിന്ന് ഇപ്പോൾ കുറേ കമന്റ്സ് നെഗറ്റീവ് കമന്റ്സ് കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് അന്ന് റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ട ടൈമിലാണെങ്കിൽ പറഞ്ഞൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പക്ഷേ അവർ കേൾക്കാൻ ബാധ്യസ്ഥരായിരിക്കാം. നിങ്ങൾ ഈ പറയുന്ന നെഗറ്റീവ് കമന്റ്സും കേൾക്കാനെ കൊണ്ട് അവർ ബാധ്യസ്ഥരായിരിക്കും. പക്ഷേ ഈ ഒരു ടൈമിൽ അത് വേണോ എന്നുള്ളത് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാര്യം നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. മനസാക്ഷി എന്ന് പറയുന്നൊരു സാധനം വേണ്ട. ശവത്തെ കുത്തുന്ന പോലത്തെ ഒരു പരിപാടി ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു, എന്നെ കുറേ ഈ പറഞ്ഞ കുറേ ആൾക്കാർ തെറി വിളിച്ചുകൊണ്ട് വന്നിട്ട് നീ എന്താ നീ ഇപ്പം ഇങ്ങനെ പറയുന്നത്, അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചുകൊണ്ടു. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, നിനക്ക് ഇതുപോലെ ഹോസ്പിറ്റലിൽ ആരെങ്കിലും വയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ വീഡിയോ ഇട്ട് നീ കാണിക്കുമോ എന്നുള്ള കാര്യം ചോദിച്ചു. ഓഫ് കോഴ്സ് ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാൻ ചെയ്യൂല. ഞാൻ എന്തായാലും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യില്ല. കാര്യം എനിക്ക് അതിനുള്ള ബോധം ഉണ്ടല്ലോ. പിന്നെ അവരങ്ങനെ ഒരു കാര്യം ചെയ്തു, ഓക്കെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഇപ്പോൾ ഇത്രയും ദുരന്തം സംഭവിച്ചിരിക്കുന്ന ഒരു ടൈമാണ്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ദുരന്തം അവർ കുഞ്ഞ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെയും കുത്തുവാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് അവരെ വീണ്ടും ഇല്ലാണ്ടാക്കണം എന്നുള്ളത് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റായിട്ട് അവരൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് തന്ന അനുഗ്രഹം അള്ളാഹു തിരിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ്. എന്തായാലും അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. അപ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും ഒരിടത്ത് പറയേണ്ടതായിട്ടുണ്ടാവും. കാരണം പോലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാകുമല്ലോ. അപ്പോൾ അവർക്ക് ഇത് അറിയാൻ താല്പര്യം ഉണ്ടാവും. ഇത് പറയാനുള്ള കടമ നമുക്കുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ കാര്യം പറയുന്നത്. ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെയും ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിന്റെ ഏറ്റവും വേസ്റ്റ് സിറ്റുവേഷൻ ആണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം എല്ലാം അവരുടെ ഡേ ടു ഡേ ലൈഫ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. അവരുടെ ലൈഫിൽ നടക്കുന്ന ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അവർ ഓഡിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സമയത്തേക്കിന് അവർക്ക് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഇടുന്ന സമയത്തേക്കിന് അതിനുശേഷം എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എന്താണ് പിന്നീട് ലൈഫിലൂടെ നടക്കുന്നതൊക്കെ അറിയാൻ കൊണ്ട് സ്വാഭാവികമായിട്ട് അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അത് അവരുടെയും തെറ്റല്ല. ഓക്കെ, അപ്പോൾ അവരാണെങ്കിൽ ഇവരുടെ ചോദിക്കും എന്താണ് ബാക്കി സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഇവർ തന്നെ ആവശ്യപ്പെടും അത് പറയണം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇവരാണെങ്കിൽ വന്നിട്ട് ഇവരുടെ ഈ ഓഡിയൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് പിന്നെ അവരെ തന്നെ കുറ്റപ്പെടുത്തുന്ന കുറച്ച് ടീംസ് ഉണ്ട്. ഇപ്പം എന്തിനാണ് ഇവിടെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് ഈ പറഞ്ഞ പോലെ ഫാമിലി വ്ളോഗേഴ്സിന്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിന്റെ ഏറ്റവും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ദുരന്തം പറയാൻ വേണം, അതിന്റെ പേരിലുള്ള കുത്തുവാക്കുകൾ കേൾക്കാൻ വേണം. കാര്യം ഈ വീഡിയോക്കകത്തും അങ്ങനെ ഉണ്ട്. ഇനി ബാക്കിയും കൂടെ അവർ പറയുന്ന കാര്യം വെക്കാം. ലേബർ റൂമിന്റെ മുന്നിൽ ഞാൻ സത്യത്തിൽ എനിക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുന്നത് വരെ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും സന്തോഷത്തിലിരിക്കുന്ന പോലെ ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു അറിവിൽ. എൻ്റെ അറിവിലെന്നല്ല, ചിലപ്പോൾ കൂടുതൽ ആൾക്കാരും അങ്ങനെ മാത്രമേ ചിന്തിക്കുന്നുണ്ടാവും. ശരിക്കും പറയുകയാണെങ്കിൽ ആ ലേബർ റൂമിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഓരോ ആൾക്കാരും ഓരോ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ കാര്യം തന്നെ ആയാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു മയ്യത്ത് വാങ്ങാനും ബാക്കിയുള്ള ആൾക്കാർ നിൽക്കുന്നത് ഒരു ജനിച്ച സന്തോഷം. രണ്ടും പല രീതിയിലുള്ള ആൾക്കാരാണ് ലേബർ റൂമിൻ്റെ മുന്നിൽ നിൽക്കുക. ഇവരുടെ ആ ഒരു സങ്കടമാണ് പറയുന്നത്. ഇപ്പം എന്ത് തന്നെയാണെങ്കിലും ലേബർ റൂമിന് വെളിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ആ ഒരു ടെൻഷന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ പുള്ളി പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും കുഞ്ഞിനെ ജീവനോട് എടുക്കാൻ നിൽക്കുകയും ഞാൻ മാത്രം മയ്യത്തെടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു സങ്കടമാണ് പറയുന്നത്. അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിപ്പം ഈ ഒരു ഇത്രയും സങ്കടത്തെ നിൽക്കുമ്പോഴും ഓഡിയൻസിന് മുന്നിലോട്ട് ഒന്ന് പറയേണ്ടി വരുന്നൊരു ഗതികേട്. പ്രസവിച്ചത് കേൾക്കുന്ന സമയത്ത് സന്തോഷമുണ്ടായത്. അപ്പോൾ എനിക്കാണെങ്കിൽ ആർക്കും പറയാൻ പറ്റില്ല. എല്ലാവരും നമ്മൾ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് ഓലൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണ് ക്ഷമിക്കുന്നതാ ചെറിയ പ്രശ്നം. കാരണം ഞാൻ അധികം ഇങ്ങനെ നമ്മൾ ഓരോരുത്തർ വന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനുള്ളൊരു മാനസിക സിറ്റുവേഷൻ അല്ല. കാരണം പറയാൻ പറ്റുന്നില്ല, ആരുടെ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒന്നുമില്ല, ചെറിയ പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലൊക്കെ പറഞ്ഞു ഈ ഭാഗം ഓരോരുത്തർ വന്ന് ചോദിക്കുക എന്താ പ്രശ്നം ചോദിക്കുക. അപ്പോൾ
പെയിൻ വന്നാലല്ലേ പ്രസവിക്കാൻ പറ്റും. അപ്പോൾ കുറേ ടൈം ഞാൻ ഒന്നര ദിവസം 2 ദിവസത്തിൻ്റെ അടുത്ത് ഞാൻ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇത് കാത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയും വരുന്ന ആൾക്കാർ മുന്നിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. ആരടുത്തും ഈ ഒരു സിറ്റുവേഷനാണ് ആരടുത്തും പറഞ്ഞില്ല. കാരണം അവർ പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും വന്ന് ആ ഒരു സംഭവം വേണ്ടാന്ന് വെച്ചാൽ ഞാൻ ആരടുത്തും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഇങ്ങനെ സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞില്ല. അപ്പം ഒരു പറഞ്ഞ ഷെമിൻ്റെ കൂടെയുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ ഞാൻ കൂടി ചെന്നപ്പോൾ പറഞ്ഞ് പ്രസവിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നവരോ ഞങ്ങൾക്ക് മാത്രമേ, അതായത് എനിക്കും എൻ്റെ കുടുംബത്തിന് മാത്രം സന്തോഷമില്ല. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ വന്ന് പ്രസവിച്ചെന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷം. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു തീർക്കും എനിക്കറിയില്ല. അതിനുശേഷം പിന്നീട് അറിയുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഡോക്ടർ ഒന്ന് പറഞ്ഞേക്കുന്ന കാര്യമായിരുന്നു കുഞ്ഞ് മയ്യത്തായി എന്നുള്ളൊരു കാര്യം. പിന്നെ ഇവിടെ ഇപ്പം ഈ ഒരു കരഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇല്ല, വേണമെങ്കിൽ ഇവർക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാമായിരുന്നു. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിന്റെ പേരിൽ അഭിനയമാണ് കരഞ്ഞ ആൾക്കാരുടെ മുന്നിൽ കാണിയെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ നെഗറ്റീവ് കമന്റ്സ് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം മാക്സിമം ഈ പറയുന്ന പോലെ ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സും ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ആൾക്കാർ അഭിനയം എന്നുള്ള രീതിയിലൊക്കെ പറയാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. ബാക്കിയും കൂടെ കേൾക്കാം. പ്രസവിച്ചത് ഞാൻ കണ്ട് പെൺകുട്ടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ടൈം പിന്നെ എല്ലാവരും കുടുംബക്കാർ ബാക്കിയുള്ള ആൾക്കാരെ കുറേ ആൾക്കാർ വന്ന് കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ കവറെടുക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുമോ എങ്ങനെ കവറെടുക്കണം. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെ ചെയ്യണം, കുട്ടിയാണല്ലോ, ഭൂമിയിൽ എത്തിയ കുട്ടിയാണല്ലോ. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്ന് കൈകാര്യം ചെയ്യണമെന്ന കാര്യം നമുക്കറിയാം. പിന്നെ ഉസ്താദ്മാരൊക്കെ വിളിച്ച് ചോദിച്ചു. ഞാൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പിന്നെ മുത്താപ്പേ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുടുംബക്കാരും കുറേ ആൾക്കാരുണ്ടായി. അപ്പോൾ അങ്ങനെ എല്ലാവരോട് കൂടിയിട്ട് ഞാൻ തന്നെ കുളിപ്പിക്കുകയും ഞാനും പിന്നെ എൻ്റെ 2 ആൾക്കാരുണ്ട്, ഞങ്ങൾ 3 ആൾക്കാർ കൂടി കുളിപ്പിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ വീട്ടിൽ കയറ്റി. ഷെമി പറഞ്ഞ വീട്ടിലുണ്ടാക്കിയിട്ടും ഷെമി പ്രസവിച്ച സമയത്താണ് ഷെമി കണ്ടത്. പിന്നെ ഷെമി ഞാൻ കാണിച്ചില്ല, അത് മതി അങ്ങനെ വിചാരിച്ചിട്ട് നമുക്കും കാണിച്ചു കൊടുത്ത്, കുട്ടീനെ നമുക്ക് കാണിച്ചു കൊടുത്ത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പള്ളിയിലേക്ക് പോയി. മയ്യത്ത് വീട്ടിൽ നിന്ന് തന്നെ പിന്നെ അതൊക്കെ കുളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് പിന്നെ വണ്ടിക്ക് കൊണ്ടുപോയി. ഞാൻ തന്നെ അടുത്ത് കൊണ്ടുപോയി ഞാൻ തന്നെ കബറിൽ വെച്ച് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇതാണ് സത്യം പറയാൻ വീഡിയോ ചെയ്യാതെ ഒന്ന് റെഡി ആകാണ്ട് കുറേ കുറച്ചുകൂടി. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് അവിടെ നിൽക്കട്ടെ, ഇനി എല്ലാം അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ പറ്റില്ലല്ലോ. ഒമ്പാസിനായാലും ബാക്കി അവർക്കൊക്കെ ഓരോരോ നമ്മുടെ ഒരു കുടുംബം നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ. അതാണ് ഞാനാണെങ്കിൽ കഴിഞ്ഞ ആ ഒരു വീഡിയോയുടെ ടൈമിലും പറഞ്ഞൊരു കാര്യമായിരുന്നു. അതായത് ഇവർക്കിപ്പം കുറേ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഈ ഒരു ടൈമിൽ എങ്ങനെയാണ് ആ വീഡിയോ ഇടാൻ തോന്നിയത്, അത് നിനക്ക് എന്താ ഇതെങ്ങനെയാണ് നിനക്ക് ഒരു മാനസികാവസ്ഥ വരുന്നത്, അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഈ ഒരു വ്ളോഗിങ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരുടെ വരുമാനത്തിന്റെ മെയിൻ ഒരു സോഴ്സ് എന്ന് പറയുന്നത് യൂട്യൂബാണ് അല്ലേ. പിന്നെ ഇവർക്കാണെങ്കിൽ പറയുന്നുണ്ട് ഇപ്പം ചെലവിന് കാര്യങ്ങളൊക്കെ അത് ഇത് വേണ്ടേ, അതുകൊണ്ട് ഇവർക്ക് വീഡിയോ ഇട്ടേ പറ്റുള്ളൂ. കാര്യം ഇവർ വേറൊരു ജോലിക്കും അല്ല നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവർക്ക് ആ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന ടൈമിൽ ഇവർ വീഗാലാൻഡ് ഈ റൈഡ് പോകുന്ന വീഡിയോസ് ഒന്നും എടുത്തിടാൻ പറ്റില്ലല്ലോ. അപ്പം ആ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവരിട്ടേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇവർക്ക് വിമർശനം കേൾക്കേണ്ടതായിട്ട് വരുന്ന ചില എലമെന്റ്സ് കൂടി ഇതിനകത്തുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോഴും അവരുടെ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവരെ അല്ലെങ്കിൽ വീണ്ടും കുത്തി വേദനിപ്പിക്കണം എന്നുള്ളത് മാത്രമേ ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതിനകത്ത് പറയുന്നുണ്ട് ഓക്കെ വരുമാനം മുന്നോട്ട് വേണ്ടേ, അല്ലെങ്കിൽ ചിലവുകൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ യൂട്യൂബേഴ്സിന് ഈ പറയുന്ന പോലെ പുളിങ്കുരു ഒന്നുമല്ല നമ്മൾ ഈ പറിച്ചെടുക്കുന്ന പൈസയായിട്ട് എടുക്കുന്ന പുളിങ്കുരു ഒന്നും അല്ല. അപ്പം നമുക്ക് അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയിലുള്ള അവർ ചെയ്യുന്നു, അവരതിൽ നിന്ന് വരുമാനം ഇനി എന്തായാലും മുന്നോട്ട് പോകണം. ഈ സങ്കടത്തിൽ തന്നെ പിന്നെ നിന്ന് കഴിഞ്ഞാൽ ഇവരുടെ മെയിൻ പറയുന്ന വരുമാനത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് യൂട്യൂബാണ്. അതിൽ വീഡിയോസ് വരാണ്ടിരുന്നു കഴിഞ്ഞാൽ ബാക്കി ചിലവ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടക്കട്ടെ, അത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഒപ്പം തന്നെ ഇത്തരം ആളുകൾ അഭിനയം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ പറയുന്ന കരയുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും ഒരുപക്ഷെ ആ രീതിയിൽ ആളുകൾ പറയുന്നത്. വേണമെങ്കിൽ അത്തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരം ഭാഗങ്ങളൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്തും ഇവർക്ക് വേണമെങ്കിൽ മാറ്റാമായിരുന്നു. നബി വരെ മരിച്ചില്ല, ഞാൻ എല്ലായിടത്തും പറയുന്നത് അതാണ്. ഇപ്പോൾ കുടുംബത്തിലൊക്കെ എന്തൊക്കെ സംഭവിച്ചാൽ നബി വരെ മരിച്ചതല്ലേ, പിന്നെ അപ്പം എന്തായാലും വലുതെന്ന്. പക്ഷേ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ സമാധാനിക്കുക, അത് തന്ന അനുഗ്രഹം. അത് ഈ ദുനിയാവിലുള്ള എന്ത് കാര്യങ്ങളും പെർമനൻ്റ് അല്ല നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ നിൽക്കുക. സത്യത്തിൽ ഞാൻ എന്ത് സംഭവിക്കുമ്പോൾ ഞാൻ ഓക്കെ ആണ്, എനിക്കൊരു കുഴപ്പം അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ ഈ കാര്യത്തിൽ അറിയാണ്ട് ആയി പോവുക, അതാണ് പ്രശ്നം. അതാണ് നത്തിങ് ഈസ് പെർമനന്റ് എന്നുള്ള ആ ഒരു ഇതുകൊണ്ടാണ് ഇവരിപ്പം മുന്നോട്ട് മൂവ് ഓൺ ചെയ്യാന്നുള്ള രീതിയിൽ വിചാരിച്ചിരിക്കുന്നത്. വളരെ നല്ല കാര്യം തന്നെ. എന്തായാലും ഈ ഒരു സങ്കടത്തിൽ തന്നെ എല്ലാ കാലത്തും നമുക്ക് ഇരിക്കാൻ സാധിക്കില്ല. അപ്പം എന്തായാലും അതുമായിട്ട് ബെറ്റർ ആയിട്ട് അവർ വരട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന കുറച്ച് കമന്റ്സ് ഉണ്ട്, 2 കമന്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാവേ. നീ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിന്റെ ഭാര്യയ്ക്ക് ഗർഭം ഉണ്ടാകുമ്പോൾ നീ പരസ്യപ്പെടുത്തരുത്. യൂട്യൂബിലാണെങ്കിലും മറ്റും അതൊന്നും നല്ല കാര്യമല്ല. അല്ലാഹു ചെയ്ത നിയമത്തിന് നന്ദികേട് കാണിക്കരുത്. ഇത് 4 ആൾ അറിഞ്ഞിട്ട്
എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക? അങ്ങനത്തെ കാട്ടിക്കൂട്ടലാണല്ലോ യൂട്യൂബിൽ കണ്ടത്. അല്ലാഹുവിന്റെ പരീക്ഷണം. എടേ, ഞാൻ ഒരു കാര്യം പറയട്ടെ, പ്രഗ്നൻസി റിലേറ്റഡ് കണ്ടന്റ്സ് ഇടുന്നത് ഇവർ TT ഫാമിലി മാത്രമല്ല. ഈ പറഞ്ഞ പ്രവീൺ പ്രണവ് ഇട്ടപ്പോഴും വിജയ് മാധവ് പോലുള്ള അവിടുത്തെ വ്ളോഗേഴ്സ് ഒക്കെ ഇട്ട ടൈമിൽ പോലും അതെല്ലാം പൂർണ്ണ മനസ്സോടുകൂടെ സ്വീകരിച്ച് ഇതേ ഓഡിയൻസ് തന്നെ ഇവർ മാത്രം ഇത്തരത്തിലുള്ള ഒരു കണ്ടന്റ് ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു നെറ്റി ചുളിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും ഇപ്പോൾ പറയുന്ന പോലെ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോ ഇട്ടതിൽ ഭയങ്കര അരോചകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഡാനി ഡേയ്സ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അവർ പറഞ്ഞേക്കുന്നത്, അതായത് ഛർദ്ദിക്കുന്ന വീഡിയോ വരെ കറക്റ്റായിട്ട് വ്ളോഗ് എടുത്ത് കാണിച്ചപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യും. മാത്രമല്ല, കഴിഞ്ഞ വർഷം എൻ്റെ ഭാര്യ 1 ബക്കറ്റേ ഛർദ്ദിച്ചുള്ളൂ, ഈ വർഷം 2 ബക്കറ്റ് ഛർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്രയും അരോചകമായിട്ടുള്ള കുറേ സാധനങ്ങൾ കണ്ടപ്പോൾ അതിനെ ഞാൻ വിമർശിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ബാക്കിയുള്ളവർ അത്ര ഇവരുടെ കാര്യത്തിലാണെങ്കിൽ കൂടി ഇവരങ്ങനെ മോശമായിട്ട് അങ്ങനത്തെ ഈ പറയുന്ന നമുക്ക് ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യാനും മാത്രമുള്ള കാര്യങ്ങളൊന്നും ഇവിടെ എവിടെയും ഇവർ ചെയ്തതായിട്ട് എൻ്റെ പേഴ്സണലി ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയാം, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നുള്ളത്. പിന്നെ ഇവിടെ അള്ളാഹുവിനെ നിന്ദിച്ചതിൻ്റെ പേരിലാണ് ഇങ്ങനെ സംഭവിച്ചത്. അവരും ഈ പറയുന്ന വിശ്വാസമുള്ള ആളുകളൊക്കെ തന്നെയാണ്. നിങ്ങളൊരു ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന പോലെ തന്നെ ബാക്കിയുള്ളവരും അത് തന്നെ ഫോളോ ചെയ്യണം എന്ന നിർബന്ധമില്ലല്ലോ. ഇവിടെ ഇപ്പം യൂട്യൂബിൽ വീഡിയോ ഇട്ടതിന്റെ പേരിലാണ്. കഴിഞ്ഞ ദിവസം സുനിത വില്യംസ് സ്പേസ് ചെയ്ത് താഴോട്ട് ഭൂമിയിലോട്ട് വന്നേ ഉള്ളൂ. ആ ഒരു ടൈമിലാണ് ഇങ്ങനത്തെ കമന്റ്സ് കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുന്നത്. ഓക്കെ, അടുത്തൊരു കമന്റ് കൂടെ ഉണ്ട്. നിങ്ങൾ ദൈവത്തെ മറന്ന് ജീവിച്ചു, കുട്ടി മരിച്ചു കഴിഞ്ഞ് ഇത്രയും ദിവസം കഴിഞ്ഞുള്ള നിന്റെ അഭിനയം ഉഷാറായിട്ടുണ്ട്. ഇതാണ് ഈ അഭിനയത്തിന്റെ സാധനം പറഞ്ഞ ആ ഒരു കരയുന്നതിന്റെ ആ ഒരു സംഭവത്തിന്റെ ഒക്കെ പേരിലായിരിക്കും പറഞ്ഞേക്കുന്നത്. ഇപ്പോഴും ഈ അഭിനയം നീ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ടു, നിന്റെ സംസാരവും കാട്ടിക്കൂട്ടലുകളും കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര അഭിനയമാണെന്ന്. എടോ, നിന്റെ അഭിനയം നിർത്തിപ്പോടി, അഭിനയം ഒരുപാട് കൂടിപ്പോയി. പിന്നെ നീ കുടുംബച്ചെലവ് പറഞ്ഞു. കുടുംബച്ചെലവ് നോക്കണമെങ്കിൽ ജോലി ചെയ്ത് ജീവിക്കടാ, അല്ലാതെ ലോകമാകെ ഭാര്യയും കൊണ്ട് നടന്ന് യൂട്യൂബ് എടുത്തും മൂത്രം പരിശോധനയും ഗർഭമുള്ള എല്ലാം നീ പൈസയ്ക്ക് വേണ്ടി യൂട്യൂബ് എടുത്ത് നടക്കുന്ന പെൺകോന്തനായി നടക്കാതെ അധ്വാനിച്ച് ജീവിക്കാൻ നോക്ക്. അന്ന് ഇവരുടെ ആണെങ്കിൽ പ്രഗ്നൻസിയുടെ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ആ സംഭവം മൂത്രം കൊണ്ട് ഇതിനകത്ത് കാണിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പം ബാക്കിയുള്ള ഏത് വ്ളോഗേഴ്സ് ചെയ്താലും അവർ തന്നെ കറക്റ്റായിട്ട് തംബ്നെയിലിൽ ഈ ഫോട്ടോയും വെച്ച് വീഡിയോക്കകത്ത് ഇതൊക്കെ കാണിച്ചുകൊണ്ട് അവർ വീഡിയോ ചെയ്യുമ്പോൾ ആർക്കും പ്രശ്നമില്ല. ഈ പറയുന്ന പോലെ ദിയാകൃഷ്ണയാണെങ്കിൽ ഈ പറയുന്ന പോലെ പ്രഗ്നൻസി റിവീൽ ചെയ്ത ആ ഒരു സംഭവം കിട്ടപ്പോഴും അവർ ഈ പറഞ്ഞ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്നും തോന്നാത്തൊരു എലമെന്റ് ആണ് നിങ്ങൾക്കെല്ലാം ഇവരുടെ ഈ ഒരു കാര്യത്തിൽ തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന അഭിനയം അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്ന കാര്യങ്ങളായിരിക്കും, അതിലൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ഒരു വിശ്വാസം റിലേറ്റഡ് ഇങ്ങനെ പറയുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ ആ ഒരു ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അധ്വാനിച്ച് ജീവിക്കാൻ നോക്ക്, നീ നല്ലൊരു ഹെവി ഡ്രൈവർ അല്ലേ, അതിന് നീ ആരുടെയെങ്കിലും കൂടെ പോകുമോ എന്ന് കരുതി നിന്നെ 63കാരി ജോലിക്ക് വിടില്ലല്ലോ. 63കാരിക്ക് നിന്നെ അത്രയ്ക്കും സംശയമാണല്ലോ. ഇങ്ങനെ അധ്വാനിക്കാതെ ജീവിക്കാൻ ദൈവം തമ്പുരാൻ പറഞ്ഞിട്ടില്ല. ഇനിയെങ്കിലും 63കാരിയുടെ ഭാര്യ ആവാതെ നല്ലൊരു ഭർത്താവായി അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക്. യൂട്യൂബും ഒരു ജോലിയാണ്. പല ആൾക്കാർക്കും ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, യൂട്യൂബും ജോലിയാണെന്നുള്ളത്. ഓക്കെ, ഇവരുടെ കാര്യത്തിൽ പറയുമ്പോൾ അധ്വാനിച്ച് ജീവിക്കാൻ പറയുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഒരു ക്യാമറ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയും മൈക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ കുറച്ചൊരു വീഡിയോസ് ഇട്ട് നോക്കുക. അപ്പം മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്തുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന യൂട്യൂബിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഒരുപാട് ടൈം ഇതിനകത്ത് എഫേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 95 ജോബ് ചെയ്യാൻ താല്പര്യമില്ലാത്തതിൻ്റെ പേരിലാണ് നമ്മൾ യൂട്യൂബിലോട്ട് ഇറങ്ങിയേക്കുന്നത്. അപ്പം ഇവിടോട്ട് വന്നപ്പോഴത്തേക്കിന് 24/7 ആയിട്ട് ഇവിടുത്തെ ജോലി മാറി. അതാണ് ഇതിനകത്തുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. കാര്യം നമുക്ക് പല രാത്രികളിലും 2-3 മണിക്കൂർ മാത്രം ഉറക്കം പോലും ഉള്ളത്. ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞത്, ഇപ്പൊ ഇവരുടെ കാര്യത്തിൽ അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ട് അവർക്കും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ പിന്നെ ഇവർക്ക് മറ്റൊരു ജോലിക്ക് എന്തുണ്ട്, ഹെവി ഡ്രൈവർ അല്ലെ അങ്ങനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇവർ തന്നെ മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇവർക്കാണെങ്കിൽ ജോലി ചെയ്യാനെ കൊണ്ട് പോകാനെ കൊണ്ട് ഈ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു ടൈമിൽ ആരും ജോലി കൊടുത്തിരുന്നില്ല. ഇവരെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തിയേക്കായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് വേറെന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരും അവർക്ക് ജോലി കൊണ്ട് കൊടുത്തിട്ടല്ലല്ലോ ഈ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, എന്തെന്നാണെങ്കിൽ ഇവരുടെ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ബന്ധപ്പെട്ട ഒരു ഡോക്ടർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതോടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. അല്ലെങ്കിൽ 35 വയസ്സ് കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ പതുക്കെ പ്രഗ്നന്റ് ആവാനുള്ള ആ ഒരു സാധ്യത കുറച്ച് കുറഞ്ഞു വരിക തന്നെയാണ് ചെയ്യുന്നത്. മിക്ക സ്ത്രീകളിലും പ്രഗ്നന്റ് ആകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് അണ്ടത്തിന്റെ എണ്ണങ്ങൾ, ഫോളിക്കിൾസിന്റെ എണ്ണങ്ങൾ മാത്രമല്ല നമുക്ക് പ്രാധാന്യം കൽപ്പിക്കേണ്ടതായിട്ട് വരിക, അതിന്റെ ക്വാളിറ്റിയും നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഡൗൺ സിൻഡ്രോം വരാനുള്ള സാധ്യത കുറച്ചെങ്കിലും കൂടുതൽ തന്നെയാണ്. ഓരോ വയസ്സ് കൂടുന്തോറും അത് കുറച്ച് കൂടി തന്നെ വരും. അത് നിങ്ങൾ എന്തൊക്കെ എത്രയോ പേര് പ്രസവിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞാലും ഞാനീ പറയാനുള്ളത് ഞാൻ അങ്ങനെ പറയുന്നത് ആണ്. 30-35 ഏജിലുള്ള ആളുകൾക്കൊക്കെ ഒരു പ്രഗ്നൻസിയിലോട്ട് പോകുന്നത് അത്രത്തോളം ഡിഫിക്കൽട്ടി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളതാണ് ഈ ഒരു ഡോക്ടർ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ എന്റെ ഒരു സുഹൃത്തിന്റെ ആണെങ്കിൽ, എന്റെ പ്രായമുള്ള ഒരു സുഹൃത്തിന്റെ അച്ഛനും അമ്മയ്ക്കും രണ്ടാമത് മറ്റൊരു കുഞ്ഞോട് ജനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് ഈ ഒരു പ്രായത്തിലാണ് ഇത്രയും ചെറിയൊരു അനിയനെ അവർക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, എന്ന് വെച്ചിട്ട് എല്ലാ ആളുകൾക്കും അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു പ്രായത്തിലൊക്കെ ആണെങ്കിൽ പ്രഗ്നന്റ് ആവുന്നത് ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതല്ല. പ്രശ്നങ്ങൾ ഉണ്ടാവും. മെജോറിറ്റി ആളുകൾക്കും അതൊരു പ്രശ്നമാവും. മാക്സിമം ഈ പറഞ്ഞ ഒരു 30 വയസ്സിന് മുന്നേ പ്രഗ്നന്റ് ആവുക എന്നുള്ളതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നുള്ളതാണ് പല ഡോക്ടർമാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. ബാക്കി ഡോക്ടർ പറയുന്നത് കൂടെ കേൾക്കാം.
ആയി കഴിഞ്ഞാലും തുടക്കത്തിലുള്ള മിസ്കാരേജസ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. വയസ്സ് കൂടുന്നതനുസരിച്ച് അതേപോലെ പ്രമേഹം ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്ത്രീകൾ ഈ ഒരു 35 വയസ്സാകുമ്പോൾ തന്നെ വരാറുണ്ട്, അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിംഗ് വരാറുണ്ട്. അവരൊക്കെ പ്രഗ്നന്റ് ആയാൽ ആദ്യത്തെ 3 മാസം ഈ ഷുഗർ കൺട്രോളിൽ ആകാനുള്ള സാധ്യത കുറച്ച് കുറയും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കൺജനിറ്റൽ അനോമലീസ് കുട്ടിക്ക് ക്ലെഫ്റ്റ് പാലറ്റ്, അതേപോലെ അനൻകെഫാലിസ്, പിന്നെ അതേപോലെ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ, ഹാർട്ടിന്റെ വേറെ കുറച്ച് പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ, കിഡ്നിയുടെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത എന്തായാലും കുറച്ച് കൂടുതൽ തന്നെ ചെയ്യും. അതെ, ആ ഒരു കുഞ്ഞ് ജനിച്ചാലും ആ ഒരു കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടെ ഉണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഫാമിലി വ്ളോഗർ എന്ന നിലയിലാണ് ഇവർക്കിപ്പം ഇത്രയും ഉള്ള കല്ലേറുകളൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ പോലും അവർക്ക് കേൾക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന എല്ലാ ഫാമിലി വ്ളോഗേഴ്സിന്റെ അടുത്താലും ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിന്റെ അടുത്താലും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ കാണിക്കേണ്ടത് മാത്രം കാണിക്കാൻ ശ്രമിക്കും. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ അവരുടെ ഓഡിയൻസ് തീർച്ചയായിട്ടും ചോദിക്കും, അത് പറയേണ്ടതായിട്ട് വരും. ആ പറയുന്ന കാര്യത്തിൽ ഈ പറയുന്ന പോലെ അധികമായിട്ട് കരയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഫിൽട്ടർ ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കമന്റ്സ് നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ട് വരത്തില്ല. പിന്നെ ഇത്തരം കമന്റ് അവരെ പിന്നെയും നെഗറ്റീവായിട്ട് കുറെ ഭയങ്കര മോശമായിട്ട് ഇപ്പോഴും ഇവരുടെ ആ ഒരു സങ്കടത്തിലും ഈ ഒരു വീഡിയോക്കകത്തിലും കുറെ മോശമായിട്ട് ഇടുന്ന കുറെ കമന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇവിടെ എടുത്ത് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ആ കമന്റ്സ് ഒക്കെ ഇടുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഒരുപക്ഷെ നിങ്ങൾ പറയുന്നത് കാര്യമുള്ള കാര്യമായിരിക്കാം, പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അത് പറയണം എന്നുള്ളത് മാത്രമാണ്. ഇപ്പോഴും അവർ ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ടി വന്നത് അവർക്ക് വരുമാനം മുന്നോട്ട് പോകണം. അത് മാത്രമല്ല, ഓഡിയൻസ് ചോദിച്ചൊരു കാര്യമാണ്, അതിനെ പറ്റിയിട്ട് പറഞ്ഞേ പറ്റുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് വേറെ എന്തെങ്കിലും പറ്റിയിട്ട് വന്ന് വീഡിയോ ഇടാൻ പറ്റുകയില്ല. ഓക്കെ, പിന്നെ എന്തായാലും അവർക്ക് ചെലവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള സമ്പാദ്യം മുഴുവൻ ഈ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് ഒക്കെ പോയിട്ടുണ്ടായിരിക്കും. സോ ബെറ്റർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനായിട്ട് കാണുക, ഒരു മനുഷ്യത്വം എല്ലാവരും കാണിക്കുന്നുള്ള മാത്രമേ പറഞ്ഞുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു കാണാം. അപ്പോൾ ശരി.